അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. വതനത്തിൽ എത്തിച്ചേർന്നപ്പോൾ ബാബ എവിടെയോ ചുറ്റി സഞ്ചരിച്ച ശേഷം വതനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അപ്പോൾ ഞാൻ ബാബയോട് ചോദിച്ചു, ഇന്ന് രാവിലെ എവിടെ ചുറ്റി സഞ്ചരിക്കുവാൻ വേണ്ടിയാണ് ബാബ പോയത്? ബാബ ഒരു നിമിഷം നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. പിന്നെ ബാബ പറഞ്ഞു, കുട്ടി, ഞാൻ അതിരാവിലെ വിശേഷിച്ച് എൻ്റെ ഭക്തരുടെ അടുക്കലും ചുറ്റി സഞ്ചരിക്കുന്നു. എൻ്റെ കുട്ടികളുടെ അടുത്തും പല സെൻറ്ററുകളിലും ചുറ്റി സഞ്ചരിക്കുന്നു. ബാബ പിന്നെ പറഞ്ഞു, നോക്കൂ കുട്ടി, ഭക്തിയിൽ ഏതൊരു സമയമാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലും അവർക്ക് വളരെയധികം ഭാവനയുണ്ട്. അവർ തങ്ങളുടെ മനസ്സിലെ ഭാവം ദേവീ ദേവതമാരുടെ മുന്നിൽ വയ്ക്കുന്നു. വിശേഷിച്ച് ശിവബാബയുടെ ക്ഷേത്രത്തിൽ നന്ദി വിരാജിക്കുന്നു. അപ്പോൾ ഭക്തരായ കുട്ടികൾ ആ നന്ദിയുടെ കാതിൽ എന്തെങ്കിലുമൊക്കെ കേൾപ്പിക്കുന്നു. തങ്ങളുടെ മനോകാമനകൾക്ക് വേണ്ടി അവർക്ക് ഇത്രയും വിശ്വാസവും ഭാവനയും മനസ്സിലുണ്ട്. എൻ്റെ മനസ്സിലെയും ഹൃദയത്തിലെയും ഈ ശബ്ദം ഭഗവാനിൽ എത്തിച്ചേരുമെന്ന്. അപ്പോൾ ബാബ പറഞ്ഞു, എൻ്റെ ഭക്തരിൽ പോലും ഇത്രയും ഭാവനയുണ്ട്. ആ വിശ്വാസത്തോടെയും ഭാവനയോടെയും ഏതെങ്കിലുമൊക്കെ മാധ്യമം ഉണ്ടാക്കി, നന്ദീഗണത്തിൻ്റെ മാധ്യമം ഉണ്ടാക്കി തൻ്റെ കാര്യം ബാബയെ കേൾപ്പിക്കുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ഇവിടെയാണെങ്കിൽ ബാബയുടെയും കുട്ടികളുടെയും എത്ര സമീപ സംബന്ധമാണ്, എത്ര പ്രിയങ്കരമായ സംബന്ധമാണ്. എന്നാൽ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബാബയുടെ സാമീപ്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ബാബ തൻ്റെ കുട്ടികൾക്ക് വിശേഷിച്ച് സമയം പ്രതി സമയം എന്തെങ്കിലുമൊക്കെ പ്രേരണകൾ നൽകുന്നു. ബാബ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് സൂചനകൾ നൽകുന്നു. എന്നാൽ ബാബയുടെ പല കുട്ടികളുടെയും മനസ്സും ബുദ്ധിയും സ്ഥിരമല്ലാത്തത് കാരണം ബാബയുടെ സൂചനയും ബാബയുടെ കാര്യങ്ങളെയും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ബാബ പറഞ്ഞു, അതിനാൽ ബാബയുടെ കുട്ടികൾ വളരെയധികം സമയമനുസരിച്ച്, അതായത് ഏതുപോലെ സമയത്തിൻ്റെ പരിതസ്ഥിതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ബാബയുടെ സൂക്ഷ്മ സൂചന ഓരോ കുട്ടിയും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ബാബ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് സമയത്തിൻ്റെ സൂചനയെക്കുറിച്ച്. ആ സീനറിയും ആ സമയവും ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞു, അതിനാൽ ബാബയുടെ ബ്രാഹ്മണരായ കുട്ടികൾക്ക് ബാബയുടെ ഇത്രയും ഗുപ്ത സൂചന ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയുടെ കുട്ടികൾക്ക് പ്രേരണയിലൂടെയും സൂക്ഷ്മ ശക്തികളിലൂടെയും ബാബയുടെ സൂചന ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ ഇത്രയും സന്ദേശം കേൾപ്പിച്ചു. ബാബയുടെ മുന്നിൽ പിന്നെ വിശേഷിച്ച് ട്രെയിനിങ്ങിൽ വന്ന സഹോദരിമാരെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ബാബ പറഞ്ഞു, ലോകത്തിൻ്റെ സമയമനുസരിച്ച് ഈ പുത്രിമാരും ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോഴുള്ള സമയം വിശേഷിച്ച് ത്യാഗവൃത്തിയുടെയും വിശേഷിച്ച് തപസ്യ ചെയ്യുന്നതിൻ്റേതുമാണ്. കാരണം ബാബ തുടക്കത്തിൽ എപ്പോഴാണോ ചെറിയ ചെറിയ കുട്ടികൾ വന്നത്, അത് ദാദിമാരെക്കുറിച്ചാണ് ബാബ പറഞ്ഞത്. അവർക്കും ആ കുട്ടിക്കാലത്ത് തന്നെ അത്രയും ത്യാഗത്തിൻ്റെയും തപസ്യയുടെയും ഭാവന രൂപപ്പെട്ടിരുന്നു. അതിനാലാണ് അവർ ഇത്ര മുന്നിലേക്ക് പോയത്. അതിനാൽ ഏത് സഹോദരിമാരാണോ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബാബ പറഞ്ഞു,
ബാബയ്ക്ക് ഈ കുട്ടികളെ പ്രതി, വിശേഷിച്ച് കന്യകളെ പ്രതിയുള്ള സൂചന ഇതാണ്: സമയം ഇപ്പോൾ വളരെയധികം നിർണായകമാകാൻ പോകുന്നു. സമയത്തെ കണ്ടുകൊണ്ട് തൻ്റെ ത്യാഗവും തപസ്യയും ഒരിക്കലും മറക്കരുത്. എന്നിൽ എത്രത്തോളം ത്യാഗം ഉണ്ടായി, എനിക്ക് എത്രത്തോളം തപസ്യ ചെയ്യേണ്ടതുണ്ട്. ഈ കാര്യത്തിൻ്റെ വിശേഷ അറ്റൻഷൻ സഹോദരിമാർ അഥവാ പുത്രിമാർ വയ്ക്കണം. അപ്പോൾ ബാബ ഇത്രയും സൂക്ഷ്മ സൂചന നമുക്ക് ഏവർക്കും വേണ്ടി നൽകി. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചിട്ടുണ്ടായിരുന്നു. വിശേഷിച്ച് ഏതെല്ലാം ആത്മാക്കളുടെ ഓർമ്മകളാണോ ഉണ്ടായിരുന്നത്, ബാബ അവരെയും വളരെ സ്നേഹത്തോടെ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ഇപ്പോൾ ബാബ കുട്ടികളെ എമർജ് ചെയ്യുന്ന സമയമാണ്. വചനത്തിൽ വിളിച്ച് അവരെ ഭോഗ് സ്വീകരിപ്പിക്കുന്നു. എന്നാൽ ലാസ്റ്റ് സമയം ആകുമ്പോൾ എത്ര ആത്മാക്കളാണുള്ളത്? ബാബ എത്ര പേരെ എമർജ് ചെയ്യും? ബാബ പറഞ്ഞു, ചിലർ നേരിട്ട് പോകും, ചിലർ വയ ആയിരിക്കും പോകുന്നത്. ബാബ പറഞ്ഞു, ഈ കുട്ടികൾക്ക് സംഗമത്തിൻ്റെ സമയത്ത് ഈ ഒരു ഭാഗ്യവും ഉണ്ട്. ബാബ തൻ്റെ കുട്ടികളെ എമർജ് ചെയ്യുന്നു, ഭോഗ് സ്വീകരിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ ബാബ നിങ്ങൾക്കേവർക്കും സഹോദരി സഹോദരന്മാർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.